നീ എന്താടാ വിഷമിച്ചിരിക്കുന്നത്? അതും ക്രിസ്മസ് അടുക്കാറായപ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എങ്ങനെ സന്തോഷിക്കാനാച്ചാ? വഴിയിലാണെങ്കിൽ അൽഫാമിൻ്റെയും കുഴിമന്തിയുടെയും മണം, നമുക്കാണെങ്കിൽ വീട്ടിൽ നോമ്പ്. ഇത് ശരിയല്ല അച്ഛാ. അതാണോ ഇത്ര വലിയ സങ്കടം? ഓൺലി 25 ഡേയ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ കഴിക്കാമല്ലോ. ഇപ്പോൾ നീ നന്നായിട്ടൊന്ന് നൊയമ്പ് നോക്കിയേ, നന്നായിട്ടൊന്ന് ഒരുങ്ങിയേ. ഉണ്ണീശോയ്ക്ക് അത് വലിയ സന്തോഷമാവും. ഉറപ്പാണല്ലോ അല്ലേ? എങ്കിൽ സെറ്റ്. അതാണ്, നമ്മൾ നമ്മുടെ ഈശോയ്ക്ക് വേണ്ടി ചെറിയ ത്യാഗങ്ങളും ഒരുക്കങ്ങളും നടത്തുമ്പോൾ അത് നല്ലതേ വരുത്തൂ. നന്നായിട്ട് ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങിയ നിന്റെ പുൽക്കൂട്ടിൽ മാത്രമല്ല, നിന്റെ ഹൃദയത്തിലും ഉണ്ണീശോ പിറക്കും. പിന്നെ ഈശോ ഒരിക്കലും നിന്നെ വിട്ടു പോകില്ല. നിനക്ക് ഉണ്ണീശോയെ വേണോ അതോ കുഴിമന്തി വേണോ? എനിക്ക് ഉണ്ണീശോയെ മതി. അടിപൊളി. ദേ, ഞാനൊരു വചനം പഠിപ്പിച്ചു തരാം. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം.